910 ഗ്രാം വരെ നമുക്ക് ഇതിൻ്റെ തൂക്കം കാണിക്കുന്നുണ്ട് തൊണ്ടോടുകൂടി. നമുക്കിതിനി പൊട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് തൂക്കി നോക്കാം അതിൻ്റെ പരിപ്പ് എത്ര വരുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു കായ പൊട്ടിച്ച് തൂക്കിയാൽ 300 ഗ്രാം പരിപ്പ് വരെ കിട്ടും. ഇതാണ് പൊട്ടിച്ച കായ. ഇതിൻ്റെ പരിപ്പ് നമുക്കൊന്ന് തൂക്കി നോക്കാം. 305 ഗ്രാം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹൈ റേഞ്ചിലെ മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ മംഗു ഇനം കൊക്കയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കായൽ ഉണ്ടാകുന്ന പരിപ്പ് 450 ഗ്രാം മുതൽ 500 ഗ്രാം വരെ പരിപ്പ് ഒരു കായൽ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാതെ ഏറ്റവും ചെറിയ മീഡിയം കായ ഉണ്ടല്ലോ, ചില ചീരങ്ങളിൽ ഉണ്ടാകുന്ന കായകൾ 3 കായ്ക്ക് 1 കിലോ വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബീൻസ് വലിപ്പം, വലിപ്പം, കായലുണ്ടാകുന്ന പരിപ്പിൻ്റെ തൂക്കം, അങ്ങനെയുള്ള പ്രത്യേകത എല്ലാ പ്രത്യേകതയും കൂടി ഉള്ള ഒരു നല്ല ഐറ്റം ഇനമാണ് ഇത്. ഇതിൻ്റെ പേരെന്നുള്ളത് C500 എന്നുള്ള ഇനമാണ് ഈ കൊക്കോയുടെ പേര്. ഇതാണ് നമ്മുടെ മംഗു ഇനം അല്ലെങ്കിൽ C500 എന്നുള്ള ഇനം, അല്ലെങ്കിൽ മുരിക്കാശ്ശേരി കൊക്കോ എന്ന് പറയുന്ന ഇനമാണ് ഇത്. ഇതിൻ്റെ കായ്ക്കകത്ത് പരിപ്പ് എന്ന് പറയുന്നത് 450 മുതൽ 500 ഗ്രാം വരെ വരുന്നുണ്ട്. ഒരു മീഡിയം കായ്ക്കകത്ത് 350 ഗ്രാം വരെ 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെ വരാറുണ്ട്. ഏകദേശം 3 കായ്ക്ക് 1 കിലോ. അപ്പോൾ ഇതിൻ്റെ ബീൻസ് ആണെങ്കിലും നല്ല വലിപ്പമുള്ള ബീൻസാണ്. അതുപോലെ തന്നെ കാപ്പിടുത്തമുണ്ടോ, ഫുള്ളായിട്ട് നിറഞ്ഞ് കായ്ക്കുന്നുണ്ട്. ഓൾ സീസണാണ്, എപ്പോഴും ഒരേ രീതിയിലുള്ള കാ തരുന്നു. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഒക്കെ നമുക്ക് ഈ മംഗു ഇനത്തിന് നമുക്ക് കാണുന്നുണ്ട്. ഈ കൊക്കോ കൃഷി ചെയ്യുന്ന സമയത്ത് വളപ്രയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള കൃഷിയാണ് കൊക്കോയ്ക്ക് അവലംബിക്കുന്നത്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ബോഡമിശ്രിതം അടിച്ചു കൊടുക്കുക, ഈ രീതിയിലുള്ള കൃഷികളാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ കായ അഴുകി പോകുന്നത് എന്താ കാരണം? അത് ഷെയ്ഡ് കൂടുതലിൻ്റെയും അതുപോലെ തന്നെ മഴക്കാലത്ത് സംഭവിക്കുന്നതാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡമിശ്രിതം ചെയ്യുന്നത്. വർഷത്തിലൊരു 3 പ്രാവശ്യം ബോഡമിശ്രിതം അടിക്കേണ്ടതുണ്ട്. ഈ 1:1 എന്ന രീതിയിൽ അങ്ങനെ ഇത് തന്നെയല്ലേ? അതെ, 1:1 എന്ന അനുപാതത്തിലാണ് നമ്മൾ ബോഡമിശ്രിതം അടിക്കേണ്ടത്. തുരിശും കുമ്മായം. അപ്പോൾ ഒരുപാട് നന്ദി ഇത് പരിചയപ്പെടുത്തില്ലേ. നമുക്കതൊന്ന് കായ ഏകദേശം ഒരു 350 ഗ്രാം മുകളിൽ കാണേണ്ടതാണ്. ചെറിയ കായ ആയിരുന്നു. നമുക്കൊന്ന് തൂക്കി നോക്കാം. ഇപ്പോൾ തന്നെ തൂക്കി നോക്കാം. ഓക്കെ. ഇത് നമ്മുടെ മംഗുവിലുള്ള മീരാന്റെ കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഫുൾ തൊണ്ടോടുകൂടി ഒന്ന് നമുക്കൊന്ന് തൂക്കി നോക്കാം ഇതിൻ്റെ തൂക്കം എത്ര വരും എന്നുള്ളതാണ്. കണ്ടോ, 910 ഗ്രാം വരെ നമുക്ക് ഇതിൻ്റെ തൂക്കം കാണിക്കുന്നുണ്ട് തൊണ്ടോടുകൂടി. നമുക്കിതിനി പൊട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് തൂക്കി നോക്കാം ഇതിൻ്റെ പരിപ്പ് എത്ര വരും എന്നുള്ളത്. ഇതല്ലേ പരിപ്പ്? ഇതിൻ്റെ പരിപ്പാണ് പരിപ്പ്. നമുക്ക് ഇതിൻ്റെ പരിപ്പ് മാത്രം നമുക്ക് തൂക്കി നോക്കാം. ഇതാണ് പൊട്ടിച്ച കായ. ഇതിൻ്റെ പരിപ്പ് നമുക്കൊന്ന് തൂക്കി നോക്കാം. 305 ഗ്രാം ഉണ്ട് ഇപ്പോൾ. ഈ ചെറിയ കായ്ക്ക്? ചെറിയ മീഡിയം കായായിരുന്നു. നമ്മൾ ചില ചീരത്തിലുണ്ടായിരുന്ന മീഡിയം കായായിരുന്നത്. ഓക്കെ. ശരാശരി നമുക്ക് 400 ഗ്രാം വരെ വരുന്നുണ്ട് ഇതിൻ്റെ പരിപ്പുകൾ. ഓക്കെ. അപ്പോൾ നമ്മൾ മംഗു കൊക്കോയെ പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൊക്കോ ബഡ്ഡിംഗ് തൊഴിലാളി കൂടിയായ അഗസ്തിച്ചാണുള്ളത്. അപ്പോൾ ഈ മംഗു കൊക്കോയുടെ ചരിത്രമൊക്കെ ഒന്ന് പറഞ്ഞുതരും. ഇപ്പോൾ മുരിക്കാശ്ശേരി കൊക്കോ എന്നൊരു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു ഒരു പ്രേക്ഷകൻ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു മംഗു കൊക്കോനാണ് പേര് മാറ്റി ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ നമ്മളോടുകൂടെ അഗസ്തിച്ചേട്ടൻ പറഞ്ഞുതരും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് ഈ കൊക്കോയുടെ കറക്റ്റായിട്ടുള്ള ഒരു ചരിത്രം ഒന്ന് പറഞ്ഞുതരുമോ? എങ്ങനെയാണ് ഈ ഒരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയതെന്നുള്ള കാര്യം? അതെ, ഇവിടെ മംഗു എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു അമ്മാവൻ്റെ പറമ്പിലാണ് ഈ മാതൃവൃക്ഷം 2 ഉള്ളത്. അത് ഒരെണ്ണം തൊണ്ടുകെട്ടി കൂടുതലുള്ളൂ, ഒരെണ്ണം കുറഞ്ഞതും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കായ പൊട്ടിച്ച് തൂക്കിയാൽ 300 ഗ്രാം പരിപ്പ് വരെ കിട്ടും ഒരു കായൽ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മെച്ചം. പിന്നെ ഒരെണ്ണം തൊണ്ടുകെട്ടി കൂടുതലുണ്ട്. ആ തൊണ്ടുകെട്ടി കൂടുതലുള്ളതിന് പ്രതിരോധം കൂടുതലുണ്ട്. തൊണ്ടുകെട്ടി കുറഞ്ഞതിന് പ്രതിരോധം വെച്ചാൽ കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ കമ്പെടുത്ത് ഇവിടെ തന്നെ ബഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് അകലെ പോയി ബഡ് ചെയ്തേക്കുന്നത്. അപ്പം മുരിക്കാശ്ശേരിയിലൊക്കെ ഞാൻ പോയി ബഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാന്നിക്കണ്ടത്ത് പോയി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ മൊത്തത്തിൽ വ്യാപകമായത് അങ്ങനെയാണ് ഈ കൊക്കോ. ഈ മുരിക്കാശ്ശേരി കൊക്കോ എന്ന് മാറ്റം ചെയ്തപ്പെട്ട എങ്ങനെയാണ്? മാറ്റം ചെയ്യപ്പെട്ടത് ഇവിടുന്ന് കൊണ്ട് ബഡ് ചെയ്ത് അവിടെ കായപ്പോൾ അവരത് അതിനെ നാമകരണം ചെയ്തും അവരവിടെ ഹൈബ്രിഡ് കൊക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സംവിധാനം ഒക്കെ ചെയ്ത് അവിടെ ഭയങ്കര പരസ്യവും നഴ്സറിയിൽ
അപ്പം അങ്ങനെയൊക്കെ ചെയ്താണ് ഈ സംഭവം ഇവിടെ അങ്ങനെ ആയത്. നിലവിലിവിടെ മാതൃവൃക്ഷം ഇവിടെയാണ്. പിന്നെ അതിൻ്റെ തന്നെ ഇപ്പം ഇത് ഈ അടുത്ത അമ്മാമ്മയുടെ പറമ്പിൽ തന്നെ ബഡ് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ അമ്മാമ്മയുടെ ഈ വീടും അതിൻ്റെ അപ്പുറത്ത് ആ പറമ്പ് അവിടെ തന്നെ ഈ സംഭവം ഉണ്ട്. അതിന്റെയാണ് ആ മാതൃവൃക്ഷത്തിൽ നിന്നാണ് നമ്മളിപ്പോ കൊക്കോയുടെ ഒരു ഇത് മറ്റേത് കുരിശുകുത്തി അതിന് ഈ മുകളിലേക്കുള്ള റോഡിൽ കൂടെ കയറി പോകണം. മാതൃവൃക്ഷത്തിന്റെ ഒരു ഇതിന് ശരിക്കും അത് കാണണമെങ്കിൽ അത് അവിടെ നിന്ന് കൊണ്ടുവന്ന് വണ്ടി ചെയ്തേക്കുന്നതാണ് ഈ പറമ്പിലും അങ്ങനെയുള്ള എല്ലാ പറമ്പിലും. അപ്പൊ എന്റെയൊക്കെ പറമ്പിൽ ആവശ്യം പോലെ ഉണ്ട്. അപ്പൊ എനിക്കും ന്യായമായിട്ട് കാ കിട്ടുന്ന ഒരു ഇതാണ് അങ്ങനെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ആ കൊക്കോയെ എടുത്ത് തൂക്കി നോക്കിയിരുന്നു. കറക്റ്റാണ് പറഞ്ഞത് 300 ഗ്രാം ചെറിയ കൊക്കോയ്ക്ക് തന്നെ. ഒരു തടിയാലെ കായ എടുക്കുന്നെങ്കിൽ 300 മുകളിലേ വരുള്ളൂ. ഓക്കെ, ഒരുപാട് നന്ദി ചേട്ടാ എത്ര കാര്യം പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം. ഓക്കെ, ഇത് വടിയാന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വടിയാവുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഓക്കെ. പിന്നെ തണുപ്പ് കയറി വരുമ്പോൾ അത് കെട്ടി നിർത്തണം. ഇതിൽ ഇലഭാരം കൂടുതലാണ്, ഇരിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് മരുന്നടിയും സമയത്ത് കാര്യങ്ങളും വളവും ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ന്യായമായ ഒരു ആദായം. 100 കാ പറിച്ച് പൊട്ടിച്ച് തൂക്കിയാൽ 25 കിലോ പരിപ്പ് ഓൾറെഡി നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു വേണ്ടാന്ന് പറഞ്ഞാൽ 25 കിലോ നമുക്ക് കിട്ടും. ഒരുപാട് നന്ദി ചേട്ടാ. ഓക്കെ, ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ മങ്കുവാലാണുള്ളത്. നമ്മൾ മങ്കുവ കൊക്ക, അതായത് മുരിക്കാശ്ശേരി കൊക്കോയെ തപ്പി വന്നതാണ് അതിൻ്റെ വീഡിയോ ചെയ്യാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആകപ്പാടെ ഒരു ചരിത്രം. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മുടെ അഗസ്തിച്ചേട്ടനും പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ടോമിച്ചേട്ടനാണ്. ടോമിച്ചേട്ടൻ്റെ കൊക്കോ കൃഷിയുണ്ട്. നമസ്കാരം ടോമിച്ചേട്ടാ. നമസ്കാരം. ഈ ഒരു മങ്കുവ കൊക്കോയുടെ ചരിത്രം കുറച്ച് അഗസ്തിച്ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു. പക്ഷെ എൻ്റെ ബാക്കി കാര്യങ്ങളോട് ഒന്നും അറിയാവുന്നൊക്കെ പറഞ്ഞു തരാമോ? എങ്ങനെയാണ് ഇതൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയെന്നുള്ളത്? ഇതൊരു ഏകദേശം ഒരു 28-30 വർഷത്തിനടുത്തായി ഇത് കണ്ടുപിടിച്ചിട്ട്. അതായത് മങ്കുവയിലെ വേട്ടൂന്നയിലെ വീട്ടിൽ നിന്നാണ്. അവിടെ അവരുടെ വീട്ടിലൊരു 10-600 കൊക്കോ ഉള്ളതിൽ ഇത് മുറിച്ചപ്പോൾ നല്ല കുമ്പളങ്ങ പോലെ ഇരുന്നു. ഇത് നല്ല സാധനമുണ്ട്. ഒരു 400 ഗ്രാം അല്ലെങ്കിൽ ഒരു 350-400 ഗ്രാം പരിപ്പ് ഒരു കൊക്കോയ്ക്കകത്തുണ്ട്. മുഴുത്ത പരിപ്പ്. വേനൽക്കാണ് കൂടുതൽ കായ കിട്ടുക. വേനൽക്കാലത്ത് വർഷത്തിലും കായ്ക്കും, പക്ഷെ വേനൽക്കാണ് കൂടുതൽ. വർഷം മുഴുവനും കായ ഉണ്ടല്ലേ? വർഷം മുഴുവനും കായെന്ന് പറയാൻ പറ്റിയല്ല. പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ ഏത് കൊക്കോയേക്കാളും ലാഭകരമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതങ്ങനെ എടുത്ത് ബെഡ് ചെയ്ത് കുറച്ച് ബെഡ് ചെയ്താക്കിയത്. ഇപ്പം വ്യാപകമായിട്ട് തോടുന്നുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം അല്ലെങ്കിൽ 350 ഗ്രാം പരിപ്പ് ഇതിന്ന് ഉറപ്പായിട്ടും ചെറിയൊരു കൊക്കോയിൽ കിട്ടും. ഒരു കായ്ക്ക് അകത്തുനിന്ന് കിട്ടും. ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചു നോക്കി, അത് ചെറിയൊരു കായായിരുന്നു. അതിന് 305 ഗ്രാം ഉണ്ടായിരുന്നു. 305. മുഴുത്ത ആവറേജ് ഒരു കായാണെങ്കിൽ മുഴുത്താണെങ്കിൽ 350-400 ഗ്രാം കിട്ടും. ഏകദേശം അത്രയും വരും. പിന്നെ ഇതിന്റെ സാധാരണ കൊക്കോ കൃഷിയേക്കാളും വ്യത്യസ്തമാണ് ഇതിന്റെ കൃഷിരീതി. ഇത് ബഡ് ചെയ്ത് വെക്കുവാണല്ലോ. അപ്പോൾ ഇച്ചിരി അകത്തി അങ്ങ് വെക്കുകയാണെങ്കിൽ നല്ല കാറ്റും കയറി ഒത്തിരി പൊക്കി വിടാതെ പടർത്തി അങ്ങ് നിർത്താം. ഓരോ 6 അടി 7 അടി കൂടുതൽ പൊക്കത്തിലേക്ക് വിട്ടരുത്. അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നല്ല ആദായമാണ്. പക്ഷേ ഈ മങ്കുവ കൊക്കോ തന്നെയാണ് മുരിക്കാശ്ശേരി കൊക്കോ. അതെ, പലരും പല ഏരിയ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അത് ആ പേരിലൊക്കെ അങ്ങ് പറയുന്നു. മങ്കുവ ജന്മനാടല്ലെങ്കിൽ മങ്കുവ എന്നെ വീട്ടിൽ തോമസേട്ടന് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് കിട്ടിയ പല പേരിലും പോകുന്നു. നമുക്ക് ഒരു അവിടെ വന്നപ്പോ നമ്മുടെ നൗഷാദിക്കയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ആ കൺഫ്യൂഷൻ ആയിപ്പോയി. പിന്നെ അത് തെറ്റിദ്ധാരണ മാറ്റാനും ഒക്കെ ആയിട്ട് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നായിരുന്നു. അപ്പൊ ഈ ചരിത്രമൊക്കെ പറഞ്ഞു. ഞാനവിടെ ബഡ് ചെയ്ത് അവിടെ നഴ്സറി നടത്തുമായിരുന്നു. അന്നേരമാണ് ഈ കൊക്കോ കണ്ടു കിട്ടിയത്. ഒരു കൊക്കോ അവിടെ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ ബഡ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ആളുകളെല്ലാം കൊണ്ടുപോയി ഇത് ബഡ് ചെയ്ത് ആക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ അടുത്തും കൊക്കോ തൈകൾ അടുത്തുണ്ട്. കൊക്കോ തൈകൾ. ഓക്കെ, ഒരുപാട് നന്ദി ചേട്ടാ.